എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, ഇതെല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളപ്പോൾ ഇത് മുട്ടയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു 3-4 മുട്ട ഞാൻ അടിച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ മുട്ട ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് എഗ്ഗ്. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി പൊരിച്ച് വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു വൈറ്റ് സോസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് ഒരല്പം ബട്ടർ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂണോളം മൈദയാണ് കേട്ടോ. അതൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഓർഗാനോ, അതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് മിക്സാക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ആവണ്ട കേട്ടോ, അല്പം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ വൈറ്റ് സോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലെ അംഗങ്ങളനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4-5 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഷേപ്പ് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ ഷേപ്പ് ചെയ്യാതെ ബ്രെഡ് തനിച്ചായിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വൈറ്റ് സോസ് ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ആയിട്ടുള്ള എഗ്ഗ് അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ചീസ് ഉണ്ടല്ലോ, ഗ്രേറ്റഡ് ചീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചീസാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അടിപൊളി ടേസ്റ്റാണ്. ചീസ് ചേർക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ചതച്ച മുളകുണ്ടല്ലോ, കൊല്ലമുളക്, അതും കൂടി ഒന്ന് മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ബ്രെഡ് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചെടുക്കാം. ഒരല്പം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിൽ മുരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഒരു 5 സെക്കൻഡ് മതി കേട്ടോ നമ്മുടെ ഈ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മൾ മുകളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായി നല്ല സെറ്റായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നല്ലതാണ്, ഈവനിങ് സ്നാക്കാണെങ്കിലും നല്ലതാണ്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.